ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ആനിമൽ പ്രിൻറ്റിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ 3 മീറ്റർ ലെങ്ത്തുള്ള ക്ലോത്തിൽ നിന്നാണ് ചെയ്യുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ടോപ്പ് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കും. ആദ്യം അളവെടുക്കുകയാണ്. അളവെടുക്കാൻ വേണ്ടിയിട്ട് തുണി രണ്ടാക്കി മടക്കിയിട്ട് ടേബിളിൻ്റെ മുകളിലിടുക. അതിന് ശേഷം കഴുത്ത്, ഷോൾഡർ, ആം ഹോള് ഇതെല്ലാം അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അളന്നിട്ട് അടയാളപ്പെടുത്തുക. കുറച്ച് ലൂസ് ഫിറ്റിലാണ് തയ്ക്കുന്നത്. അളവെടുത്തതിന് ശേഷം എങ്ങനെയാണുള്ളത്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ടോപ്പാണ്. പിന്നെ ഞാൻ അധികം ഷെയ്ഡ് കൊടുത്തിട്ട് വരച്ചിട്ടില്ല, അതാണ് തെളിഞ്ഞ് കാണാത്തത്. പിന്നെ അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ നെക്ക് റൗണ്ട് കോളർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഓപ്പൺ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഓപ്പൺ വേണം. അപ്പോൾ ഒരു 8 ഇഞ്ചിൽ ഫ്രണ്ട് പീസിന് ഒരു കട്ടിട്ട് കൊടുക്കുക. അതുപോലെ എന്നിട്ട് അതിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയിൽ ലെങ്ത്ത് കറക്റ്റ് അങ്ങനെയല്ല, ലെങ്ത്ത് ഒരു ലെങ്ത്ത് എടുക്കുക. ഒരു 10-25 ഒരു ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റിച്ച് ചെയ്യുക. മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ട് ഈ കട്ട് പീസില്ലേ, 3 ഇഞ്ചിൻ്റെ കട്ട് പീസ് ഇതിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശവും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക, അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അത് നേരെ തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുക. 2 വശം അങ്ങനെ ചെയ്യാം. ഇതങ്ങനെയാണ് വരിക. ക്ലിയർ ആയിട്ട് കാണിച്ച് തരാം. അതിന് മുമ്പ് ആദ്യം ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. 2 ഷോൾഡറും അറ്റാച്ച് ചെയ്യാം. അങ്ങനെയാണ് വരിക. ഇനി ഈ കഴുത്ത് നമ്മൾ അളന്നെടുക്കണം. ഒരു തട്ടിൽ നിന്ന് ഫുള്ള് പതുക്കെ ടാപ്പ് തിരിച്ചിട്ട് ഫുൾ നെക്ക് പിന്നെ എന്ത് ചെയ്യുക, അളന്നെടുക്കുക. എന്നിട്ട് ആ അളവിനാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യേണ്ടത്. ക്യാൻവാസിൽ ഒരു 5 ഇഞ്ച് വീതിയും ഒരു 22 ഇഞ്ച് 22 18 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ക്ലോത്തിലേക്ക് പിന്നെ അത് ഇസ്തിരിയിട്ടിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലത്തെ ഒരു കട്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യുക, ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടത് തിരിച്ചിട്ടിട്ട് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം കൈ വെക്കുക, സ്ലീവ് വെക്കുക.
അല്ല സ്ലീവ് വെക്കില്ല, അത് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം കൈ വെച്ചു. പിന്നെ ടോപ്പ് ഫുള്ള് ഫില്ല് ചെയ്തെടുത്തു. അടിയും കൈയിൻ്റെ തറ്റവും എല്ലാ സ്ഥലവും ഫില്ലായിട്ട് അടിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.